വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ്. പൊരിച്ച പത്തിരി എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ചായക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സിനൊക്കെ വെറുതെ കഴിക്കാൻ പറ്റിയ നല്ല മുരുമുരാന്നുള്ള പൊരിച്ച പത്തിരിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ നമ്മൾ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പൊടി വാട്ടാനുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മളിതാ ഈ ചതച്ച് വെച്ചത് ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മളിത് ഈ ഒരു കപ്പിന് 2 കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പുട്ടുപൊടി, 1 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതി വെള്ളത്തിൽ 3 കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പൊടി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്ലിമ്മിലിട്ടിട്ട് വേണം പൊടി നല്ലോണം വാട്ടിയെടുക്കാൻ. അപ്പോൾ നമ്മളിത് അതൊക്കെ വാട്ടിക്കഴിഞ്ഞ് ചെറിയ ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടോടെ തന്നെ കുഴയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ഒക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് പരത്തിയിട്ട് ഇതേപോലെ നമ്മളൊരു കുപ്പീൻ്റെ ഒരു മൂടി എടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു വലിപ്പത്തിൽ നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഇതേ ഒരു കനം വേണം കേട്ടോ, അധികം കനം കുറഞ്ഞു പോകരുത്. അപ്പോൾ നമ്മളിതാ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ അത് പൊരിച്ച് കോരുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നല്ല എണ്ണ തിളച്ചിട്ട് പിന്നെ സ്ലിമ്മിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ബൈ ബൈ.